എന്താണ് 5 ഐസ് അലയൻസ് എന്നറിയോ? ഇതെങ്ങനെയാണ് ഫീ വേവർ അല്ലെങ്കിൽ FLRുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അക്കരെ. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് സിദ്ദീഖ് സൈഫുദ്ദീനാണ്. എന്ന് പറയുന്ന FLR ആൻഡ് ഫീ വേവർ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതെന്താണെന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ, നമുക്ക് ഫീ വേവർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഫീ വേവ് ചെയ്യുക. എന്തിനുള്ള ഫീയാണ് നമ്മൾ വേവ് ചെയ്യുന്നത്? അതായത് FLR, ഫർദർ ലീവ് ടു റിമെയിൻ, ഇതിന് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് IHS നമ്മൾ അടയ്ക്കേണ്ടി വരും. ഏകദേശം ഒരു 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷന് വിളിക്കുന്ന പേരാണ് ഫീ വേവർ. സിമ്പിൾ. ഓക്കെ, എന്താണ് FLR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫർദർ ലീവ് ടു റിമെയിൻ 3 കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് UK വിസ തീർന്നവരായിരിക്കാം, തീരാൻ പോകുന്നവരായിരിക്കാം. ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന 2 സെക്ഷൻസ് ആണ് ഈ പറയുന്ന ഫീ വേവറും FLRും. ഓക്കെ, ഈ 2 സെക്ഷൻസ് നമ്മൾ കാണിച്ചുകൊണ്ട് ഫയൽ ചെയ്യുന്നതാണ് ഫർദർ ലീവ് ടു റിമെയിൻ. ഇതിൽ 3 കാര്യങ്ങൾ നോർമലി സോളിസിറ്റേഴ്സ് കാണിക്കാറുണ്ട്. അതിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7 വയസ്സായ കുട്ടി UK പഠിച്ചു, 7 വയസ്സ് വരെ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ എന്താ പറയുക ഹ്യൂമൻ റൈറ്റ്സ് വെച്ച് അതിൻ്റെ ഫ്രണ്ട്സ് അവിടെയാണ്, അത് പഠിച്ചു വളർന്ന അവിടെയാണ്. അതിൻ്റെ ഫ്യൂച്ചർ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ വക്കീലന്മാരെ ആപ്ലിക്കേഷൻ കാണിക്കാറുണ്ട്. ഒന്ന്. രണ്ടവരെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ പറ്റൂല, ത്രെട്ടുണ്ട്, ലൈഫ് ത്രെട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോണും ബുദ്ധിമുട്ടും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ അവർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇവിടെ ഒന്നെങ്കിൽ UK ഇൻസൈഡ് UK നമുക്കൊരു ഒന്നെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ടോ PRോ അല്ലെങ്കിൽ അവിടെ സെറ്റിലായ ഒരാൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറാണ്. അപ്പോൾ അവരുടെ കൂടെ താമസിക്കണം എന്ന് കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ വയ്ക്കുന്ന ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ. ഈ 3 കാരണങ്ങൾ കാണിച്ചു കൊണ്ടുവയ്ക്കുന്ന ഒരു അപേക്ഷയാണ് അല്ലെങ്കിൽ ഒരു വിസ ആപ്ലിക്കേഷനാണ് നമുക്ക് FLR എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, അതായത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ചതിക്കുഴിയിലേക്ക് തള്ളിവിടുന്ന കാര്യം ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് സോളിസിറ്റേഴ്സാണ്. UK വക്കീലന്മാർക്കാണ് ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഓരോ ആപ്ലിക്കേഷനും 500-1000 പൗണ്ട് വെച്ച് അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് FLR അല്ലെങ്കിൽ ഫീ വേവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ആദ്യം പരിശോധിക്കാം. ഫീ വേവർ ആയാലും FLR ആയാലും ഒരു 2 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്ന 2 കാര്യങ്ങൾ. അതിലൊന്നെന്ന് പറഞ്ഞ ടൈം ബൈയിങ് ആണ്. അതായത് നമ്മളൊരു FLR ഫീ വേവറിന് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ സോളിസിറ്റേഴ്സിനെ സൂചിപ്പിച്ചെങ്കിൽ ഇത് വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എത്തുന്നത് വരെ ഞങ്ങൾക്ക് സമയം ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാതെ നിങ്ങൾ സമയം നശിപ്പിച്ച് അറ്റ് ദ എൻഡ് എത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, പിന്നെ എന്താ പറയുന്നത്, ഒരു കടലിൻ്റെ മുമ്പ് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഗതികെട്ടിട്ട് എടുക്കേണ്ടി വരുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ കുറച്ച് മുമ്പാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോവാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ഇപ്പോൾ എടുക്കുക. ഓക്കെ, സോ ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് വരികയാണ്. ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ 2 ബെനിഫിറ്റ്. ഒന്ന് ടൈം ബൈയിങ് ആണ്. എന്താണ് ടൈം ബൈയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സമയം കിട്ടും. അതായത് നാളെ നമ്മുടെ വിസ തീരുകയാണ് അല്ലെങ്കിൽ ഈ ആഴ്ച നമ്മുടെ വിസ തീരുകയാണ് എന്നുണ്ടെങ്കിൽ ഫീ വേവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫീ വേവർ ആപ്ലിക്കേഷൻ അവർ പരിഗണിച്ച് നോക്കി വരാൻ ഒരു 2 to 3 months എടുക്കും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇന്നായതുകൊണ്ട് നാളെ നമ്മുടെ വിസ തീർന്നാൽ നമ്മൾ ഇല്ലീഗൽ ആവില്ല. UK നിയമപരമായിട്ട് ആപ്ലിക്കേഷൻ ഇന്നായി കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമുക്ക് ആ രാജ്യത്ത് നിൽക്കാം. സെക്ഷൻ 3C എന്ന് പറയുന്നൊരു പരിരക്ഷയാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നിയമപരമായിട്ടാണ് നമ്മൾ UK നിൽക്കുന്നത്. അതാണ് ഒരു ബെനിഫിറ്റ്. അതായത് ഫീ വേവർ ഇട്ടു, റെഫ്യൂസൽ വന്നു, അതിനുശേഷം നമ്മൾ FLRന് ആപ്ലിക്കേഷൻ ഇട്ടു. FLRും ഏകദേശം ചിലപ്പോൾ ഒരു 3 to 6 months വരെ അല്ലെങ്കിൽ 6 months വരെ 12 months വരെയൊക്കെ എടുക്കാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ FLR എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും സമയം വരെ നമുക്ക് ആ രാജ്യത്ത് നിന്ന് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്, ടൈം ബൈ. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീ വേവർ ആപ്ലിക്കേഷൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഒരു ഫിനാൻഷ്യൽ ബർഡൻ ഏകദേശം 5,000 പൗണ്ട്സോളം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. ഈ 2 ബെനിഫിറ്റാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കിയത്. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. എന്താണ് ഇതിലെ നെഗറ്റീവ്സ്? എന്തുകൊണ്ട് ഫീ വേവർ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ FLRലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ പറ്റിയാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ വേവറിന്റെ നെഗറ്റീവിനെ പറ്റി സംസാരിക്കാം. നിങ്ങളിതിൽ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാത്ത ഇതിൽ ഏറ്റവും വലിയ ചതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീ വേവർ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈസ നമുക്ക് ഫ്രീ ആക്കി തരിക. ഞാനത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഒരു സോളിസിറ്ററിൻ്റെ നിങ്ങൾ ആപ്ലിക്കേഷന് ചെല്ലുമ്പോൾ ഈ സോളിസിറ്റർ പുള്ളി അത് സക്സസ് ആക്കാനേ നോക്കത്തുള്ളൂ, നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല.
പക്ഷേ ഗൈസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവസ്ഥയിലാണ്, നിങ്ങൾ ഫിനാൻഷ്യലി ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും ഈ പൈസ, അതായത് ഗവൺമെന്റിന് തരാനുള്ള IHS അടയ്ക്കാനുള്ള അല്ലെങ്കിൽ FLR ആപ്ലിക്കേഷനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് മനസ്സിലാക്കി മാനുഷിക പരിഗണന വെച്ച് എനിക്കിത് ഫ്രീ ആക്കി തരണം എന്നുള്ള ആപ്ലിക്കേഷനാണ് ഫീ വേവർ. സിമ്പിളായിട്ട് ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഗൈസ്, ഇതിൽ പ്രശ്നം എന്താണ്? സോ നിങ്ങൾക്ക് ഈ വരുമാനമില്ല, നിങ്ങൾക്ക് പൈസ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്തെല്ലാം ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുമോ അതെല്ലാം ആപ്ലിക്കേഷനിൽ കുത്തി തിരികെ കയറ്റിയിട്ടായിരിക്കും ഈ പറയുന്ന സോളിസിറ്റർ ആപ്ലിക്കേഷൻ വെക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ ചിന്തിക്കുന്നത് സോളിസിറ്ററിലെ ആപ്ലിക്കേഷൻ വെച്ചെന്ന്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സോളിസിറ്റർ എന്തെല്ലാം ആപ്ലിക്കേഷനിൽ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യുന്നോ അതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, ഒന്ന്. ഇനി രണ്ട്, ഫീ വേവർ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫൂൾസ്. എന്തുകൊണ്ടാണ് ഞാൻ റീസൺ പറഞ്ഞു വെച്ചാൽ ഗൈസ്, നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. വിസ തീരുന്നത് വരെയും ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാത്ത നമ്മൾ അതുവരെ ഫീ വേവറിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഫൈൽ നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗൈസ്, ഈ പറയുന്ന UK ഹോം ഓഫീസോ അല്ലെങ്കിൽ എമിഗ്രേഷനോ പേപ്പർ വർക്ക്സ് ചെയ്യുന്നവരാരും മണ്ടന്മാരല്ല. നമ്മൾ ക്ലിയർലി നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് ഗൈസ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഫീ വേവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇടുമ്പോൾ UK ഗവൺമെന്റ് നിങ്ങൾക്കുള്ള ഫുൾ ഈ പറഞ്ഞ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കും. അവർ പറയും, ഒരു എക്സാമ്പിൾ സോളിസിറ്റർ നിങ്ങൾ പറയും നിങ്ങളുടെ മാത്രമേ നോക്കത്തുള്ളൂ. ഒരിക്കലും അല്ല ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടണം. നിങ്ങളുടെയും നിങ്ങളുടെ ഡിപ്പെൻഡൻസിൻ്റെയും ആരെയൊക്കെ ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടോ, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, എന്തിനു പറ, നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് റൺ ചെയ്യിക്കുന്നുണ്ടോ, നിങ്ങൾ ഈ പറയുന്ന പോലെ രാവിലെയും വൈകിട്ട് മന്തി കഴിക്കുന്നു, ഹോട്ടലിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഷോപ്പിംഗ് നടത്തുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് പൈസ കടം തരുന്നുണ്ട്. ഇതെല്ലാം ഉള്ള നിങ്ങൾ ഫീ വേവർ ആപ്ലിക്കേഷൻ വെച്ചാൽ 99.9 എന്നല്ല, നിങ്ങൾക്ക് 200% ഫീ വേവർ കിട്ടൂല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോളിസിറ്റർ നിങ്ങളോട് പറയും ഇത് ഫീ വേവർ കിട്ടൂല, സമയം നീട്ടിക്കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ പരിഗണനയിൽ വരുന്ന ഒരു പരിപാടി നിങ്ങൾ ചെയ്തേക്കുന്ന ഡിസപ്ഷൻ ആണ്. നിങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ സെക്ഷൻ 322 എന്ന് പറയുന്ന ഒരു ഡിസപ്ഷൻ കേസുണ്ട്, വഞ്ചനാ കുറ്റം. ഇത് നിങ്ങളുടെ പേരിൽ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇത് പല സോളിസിറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഗവൺമെന്റ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സെക്ഷൻ ഉള്ളത്. പക്ഷേ ഗവൺമെന്റിനെ മനഃപൂർവ്വം ഫൂളാക്കാൻ വേണ്ടി നിങ്ങൾ ഫ്രോജറി ഡോക്യുമെന്റ്സ് വെച്ചു, ഗവൺമെന്റിനെ പറ്റിക്കാൻ നോക്കി എന്നുള്ള അതിലുള്ള ആക്ഷൻ നിങ്ങൾക്ക് മുകളിൽ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇത് പല വിദ്യാർത്ഥികൾ ഇത് മനസ്സിലാക്കുന്നതെന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ തന്നെ ലോജിക്കലി ചിന്തിക്കാൻ നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ നെഗറ്റീവ് നിങ്ങൾ വളരെ ക്ലിയർലി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കേസ് നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മൾ UK സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മാസത്തെ ലിവിങ് എക്സ്പെൻസ് ഉൾപ്പെടെ കാണിച്ച് എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ രാജ്യത്തേക്ക് പോകുന്നത്. അതായത് UK ഗവൺമെൻറ്റിനോട് നമ്മൾ പറയുകയാണ്, നമ്മളിവിടെ പഠിക്കാൻ വരാൻ ഫിനാൻഷ്യലി വളരെ വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്, എനിക്ക് UK നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ പഠിച്ച ശേഷം തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസ പോലെ അവർ നമുക്ക് വിസ സാങ്ഷൻ ആക്കി തന്നേക്കുന്നത്. അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിളായ നമ്മൾ പെട്ടെന്ന് ചെന്ന് വിസ തീരാൻ നേരത്ത് പറയുകയാണ് ഞാൻ പോയി എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ അത് വിശ്വസിക്കാൻ വേണ്ടി UK ഗവൺമെന്റ് വിഡ്ഢികളാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട്. സോ രണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കും ഇത് റെഫ്യൂസൽ ആയാലോ, FLR പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഫീ വേവർ പോയി FLRലേക്ക് ആപ്ലിക്കേഷൻ ഇടാൻ തരും. ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫീ വേവർ ആപ്ലിക്കേഷൻ കൊടുത്താൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാന്നെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഫീ വേവർ ആപ്ലിക്കേഷൻ ഇട്ടു, FLR ട്രൈ ചെയ്ത് FLR കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, വീണ്ടും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകാമെന്ന് വിചാരിക്കും. FLRലേക്ക് ഞാൻ വരാം, എങ്കിലും ഇത് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പറയാം. ഗൈസ്, വീണ്ടും നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ UK ഗവൺമെന്റ് ഫീസ് അടച്ചുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വിസ റെഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് നിയമപരമായിട്ടൊരു വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റുഡൻറ്റ് വിസയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വിസ റെഫ്യൂസൽ ചാൻസസ് വളരെ ഹൈ ആണ്. ഗൈസ്, FLR ഓക്കെ, FLR ഞാൻ പറഞ്ഞു നോർമലി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന 3 കാര്യങ്ങളുടെ ബേസിസിലാണ്. ഇതിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, 7 വയസ്സുള്ള കുട്ടിയെ വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എത്ര പേരുണ്ടാവും? ഒരു 100-ൽ 1% ആളുകളായിരിക്കാം നമുക്ക് 7 വയസ്സ് വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ PR, അവിടെ PR അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്ന 1% താഴെ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്.
മൂന്നാമത്തെ ഓപ്ഷൻ, നമ്മളെല്ലാവരും ഒരു സോളിസിറ്ററിനെ കാണുമ്പോൾ ഒരു മൂന്നാമത്തെ ആപ്ലിക്കേഷനായ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, അവിടെ ചെന്നാൽ എന്നെ ലൈഫ് ത്രെട്ട് ഉണ്ട്, കൊന്നുകളയും എന്നൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഭൂരിഭാഗം പേരും എനിക്കറിയാവുന്ന ആളുകൾ സോളിസിറ്റർ പറയാവുന്ന കുഴപ്പമില്ല, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ തയ്യാറാക്കി തരാം, ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, വിശ്വാസയോഗ്യമായ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാം, എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ നിന്നുള്ള പൈസകളെല്ലാം വാങ്ങിച്ചെടുത്ത് FLR ആപ്ലിക്കേഷൻ വയ്ക്കും. ഗായ്സ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒന്നാമത്തെ കേസ് ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം. നമ്മൾ FLR ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സോളിസിറ്റേഴ്സ് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്താൽ UK എമിഗ്രേഷൻ ചുമ്മാതിരിക്കും, അന്വേഷിക്കില്ല, അല്ലെങ്കിൽ അവിടെ മാത്രം UK അകത്ത് മാത്രം അന്വേഷണം നടത്തുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഗൈസ്, അങ്ങനെയല്ല. ഈ പറയുന്ന UK എംബസി എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലും ഉണ്ട്. അവർ നമ്മുടെ ഡീറ്റെയിൽസ്, പ്രൂഫ്, കാര്യങ്ങളെല്ലാം വെച്ച് പ്രോപ്പറായിട്ട് നാട്ടിൽ വിളിച്ച് അന്വേഷിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യുമെന്ന് നമ്മൾ ക്ലിയർലി മനസ്സിലാക്കുക. ഓക്കെ, അത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഈ FLR കിട്ടാൻ വേണ്ടി എന്തെല്ലാം കള്ളത്തരങ്ങൾ അതിനകത്ത് എഴുതി ചേർത്ത് ആപ്ലിക്കേഷൻ വെച്ചോ അതെല്ലാം പ്രൂവായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 322 ഡിസെപ്ഷൻ, വഞ്ചന കുറ്റം, അത് നിങ്ങൾക്കെതിരെ വരാനും 10 years വരെ ബാൻ വരാനുള്ള ഇതും അതിനകത്തുള്ള ഒഫൻസും അതിനകത്തുണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കേസ്. ഇതൊരു വല്ലാത്തൊരു ചതിക്കുഴി എന്ന് തന്നെ നമ്മൾ പറയാം. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിൻ്റെ ഒരു 90% ഇതിൻ്റെ കുറ്റക്കാരെ കുട്ടികളെന്നേ ഞാൻ പറയത്തുള്ളൂ. ബാക്കി 10% സോളിസിറ്റർ അവരെ ബിസിനസ്സിന് വേണ്ടി നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ കണ്ടുവരുന്നൊരു കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് FLR നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ടെന്ന് തന്നെ വെക്കുക. നിങ്ങൾ FLR ആപ്ലിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞുള്ള നെഗറ്റീവ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മൾ FLR ആപ്ലിക്കേഷൻ ഇന്നായി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കേസ് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത്. ഈ മൂന്നാമത്തെ കേസ് പറഞ്ഞതുപോലെ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ FLR ആപ്ലിക്കേഷൻ ഇന്നായി കഴിഞ്ഞാൽ, എക്സാമ്പിൾ മിനിമം ഡിസിഷൻ വരാൻ തന്നെ 6 months മുതൽ 12 months വരെ എടുക്കും. ഒന്നാമത്തെ ഇതിലെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FLR ആപ്ലിക്കേഷൻ ഉണ്ടാ പിന്നെ നമുക്ക് ആ രാജ്യം വിടാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക. നാട്ടിൽ നമ്മുടെ പേരൻസോ ഒറ്റ സുഹൃത്തുക്കളോ ഒരാൾ മരിച്ചുപോയി, ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നാട്ടിൽ കയറി പോകേണ്ട ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യം വിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. 1. 2, നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇവിടെ ക്യാൻസൽ ആവുകയും നമുക്ക് എന്താ പറയുക പിന്നെ ബാൻ കിട്ടാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. നമ്മൾ അതായത് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത പോലെ. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ 1 ട്രാവൽ ബാൻ നിങ്ങൾ മനസ്സിലാക്കുക. 2, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇട്ട ശേഷം നമ്മൾ വിചാരിക്കുന്നത് ഈ ഫീ വേവർ കൊടുത്തു. ഞാൻ നേരത്തെ സംസാരിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 99.9% ആളുകൾക്ക് ഫീ വേവർ കിട്ടൂല. സോ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഗവൺമെന്റ് ഫീ മാത്രം ഏകദേശം 5000 pound മുകളിലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, FLR ആപ്ലിക്കേഷന് ഈ 5000 pound വരുന്ന സമയത്ത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്താൽ ഈ ഗവൺമെന്റിനും പിന്നെ സോളിസിറ്ററിനും കൊടുക്കുന്ന ഒരു 6000-7000 pound നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് നമുക്കൊരു ഡബിൾ മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസർച്ചിനോ PhDക്കോ ആപ്ലിക്കേഷൻ ഇടാനുള്ള ഒരു 100 ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു കാലയളവിന് വേണ്ടി നമ്മളൊരു വലിയൊരു കുഴിയിലേക്ക് എടുത്ത് ചാടുന്നതെന്ന് എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളായ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസയിൽ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ FLRന് നിങ്ങൾ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, FLR കിട്ടിക്കഴിഞ്ഞാൽ സക്സസ് ആയല്ലോ, ഇനി മുന്നോട്ട് പോകാം. ഒന്നാമത്തെ അതിലെ നെഗറ്റീവ്, FLRന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്, എവരി 2.5 years അതായത് 30 മാസം കൂടുമ്പോൾ നമ്മൾ വിസ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതായത് ഓരോ 2.5 ഇയറിലും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 5000 pound മുകളിൽ, അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 6.5 ലക്ഷം രൂപ ചിലവുണ്ട്. ഓക്കെ, സോ ഇതിൽ ഒരു നെഗറ്റീവ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് നമ്മളൊരു വർക്ക് വിസ Tier 2ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 5 ഇയറിൽ നമുക്ക് PR ആപ്ലിക്കേഷൻ കൊടുക്കാം. അതേസമയം നിങ്ങൾ ഈ ഫീ വേവർ അല്ലെങ്കിൽ FLR ഹ്യൂമൻ റൈറ്റ്സിന്റെ സെക്ഷൻ 3 പ്രകാരം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നെങ്കിൽ ഗവൺമെന്റ് ഇതനുസരിച്ച് നിങ്ങൾക്ക് 10 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതായത് 5 വർഷം കൊണ്ട് ആപ്ലിക്കേഷൻ ഇടേണ്ട നിങ്ങൾ ഇത്രയും പൈസയും കളഞ്ഞ് 10 വർഷം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ 10 വർഷത്തിൽ അടുത്ത പ്രശ്നം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവരി 2.5 ഇയറിൽ നിങ്ങൾ വിസ റിന്യൂ ചെയ്യണം. ഇത് ഒരാൾക്കുള്ള എക്സ്പെൻസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ രണ്ടു പേർക്കും 2.5 വർഷം 30 മാസം കൂടുമ്പോൾ ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് 13-15 ലക്ഷം രൂപ വരെ കൂട്ടണം. 2 വർഷത്തിൽ 15 ലക്ഷം രൂപ വരെ സോളിസിറ്റർ ഫീ വരെ എക്സ്പെൻസ് ഉണ്ട്. അതായത് 10 വർഷത്തേക്ക് ഏകദേശം 15x4 നിങ്ങൾ കൂട്ടുക, ഏകദേശം 60 ലക്ഷം രൂപ നിങ്ങൾ ഗവൺമെന്റ് ഫീ സോളിസിറ്റർ ഫീ ആയിട്ട് ചെലവാക്കേണ്ടി വരും എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കി. ഇത് പലരും ചിന്തിക്കാറില്ല. ഓക്കെ, അത് ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തെ കേസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, രാജ്യം വിടാൻ പറ്റൂല എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും FLR കിട്ടിയാൽ പോകുന്നു. മറ്റ് 2 സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ 7 വയസ്സിൻ്റെതോ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളെ PR ഉള്ള ഒരാളെ വിവാഹം കഴിച്ചാലോ ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഇടുന്നത് രാജ്യത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു.
അങ്ങനെയുള്ള നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട നിങ്ങൾക്ക് ഈ 10 വർഷത്തേക്ക് നിങ്ങളെ സ്നേഹിതരോ അല്ലെങ്കിൽ നാട്ടിലോ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പെട്ടുപോകും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും, നമുക്ക് അവിടെ നിന്ന് ദുബൈയിലോ GCCയിലോ എവിടെയെങ്കിലും വരാം, പേരൻസ് അവിടെ എവിടെയെങ്കിലും വന്നാൽ കാണും. അപ്പോഴും നിങ്ങൾ ഈ 2.5 വർഷം കഴിഞ്ഞ് പുതിയ ആപ്ലിക്കേഷനുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഗവൺമെന്റ് പറയും നിങ്ങൾക്ക് ഈ രാജ്യത്ത് തന്നെ നിൽക്കണമെന്ന് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ദുബൈയിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് മാത്രമേ ലൈഫ് ത്രെട്ട് ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ദുബൈയിലോ മറ്റു രാജ്യത്തോ പോയി സെറ്റിൽ ആയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് എഗെയിൻ നിങ്ങൾ 2.5 വർഷം കഴിഞ്ഞ് അടുത്ത 2.5 വർഷത്തെ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അത് റെഫ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. അതായത് തിരിച്ച് നാട്ടിൽ വരണ്ട, ആരെയും കാണണ്ട, എങ്ങനെയും അവിടെ പിടിച്ചു നിന്നാൽ മതി എന്നുള്ളവർക്ക് പറ്റിയ അസൈലം പോലുള്ള ഒരു അവിടെ നമ്മൾ ഗതികെട്ട് അവിടെ ഹോൾഡായി പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പരിപാടി മാത്രമാണ് FLR എന്നുള്ള വാസ്തവം. FLR ആപ്ലിക്കേഷൻ 6 months മുതൽ നിങ്ങൾ 12 months വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാലയളവ് കിട്ടുമായിരിക്കും. ഈ ഒരു സമയത്ത് FLR റെഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് അവർ നിങ്ങൾക്ക് ഒരു 14 ദിവസം സമയം തരും. ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ രാജ്യം വിട്ടിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓവർസ്റ്റേ ആവും, ഇല്ലീഗലാവും. ഓക്കെ, 1. 2, ഇനി ഗവൺമെന്റ് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിങ്ങൾ എന്തെങ്കിലും വയലേഷൻ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ദ സ്പോട്ട് മുതൽ ആ രാജ്യത്ത് ഇല്ലീഗലാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അപ്പോയിന്റ്മെന്റ്സ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1. ഈ അപ്പോയിന്റ്മെന്റ്സ് വിഡ്രോ ചെയ്യുക മീൻസ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഗവൺമെന്റ് സൈറ്റിൽ കയറി വിഡ്രോ ചെയ്യുന്ന പരിപാടി മാത്രമല്ല, നിങ്ങൾ ആ രാജ്യത്ത് നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വേറെ രാജ്യത്തേക്ക് യാത്ര ചെയ്തു, ഗവൺമെന്റ് അറിയാൻ നിങ്ങളുടെ രാജ്യത്തേക്ക് യാത്ര ചെയ്താൽ പോലും ആപ്ലിക്കേഷൻ വിഡ്രോ, നിങ്ങൾ സ്വയം ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം മൂലം നിങ്ങൾ ആ രാജ്യത്ത് ഓവർസ്റ്റേ ആയി. സോ ഏകദേശം 28 ഡേയ്സിന് മുകളിൽ ഓവർസ്റ്റേ ആവുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏകദേശം 10 years വരെ ബാൻ കിട്ടും. അതിൽ വോളണ്ടറി റിട്ടേൺസ്, ഇൻവോളണ്ടറി റിട്ടേൺസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 10 years വരെ ബാൻ കിട്ടും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഓക്കെ എന്തായാലും പരീക്ഷിച്ചതല്ലേ, അപ്പോൾ UK നോക്കാം, ഇനി UK വേണ്ട, നമുക്കൊരു കാര്യം ചെയ്ത് കളയാം. UK അല്ലെങ്കിൽ UK നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് UK നിൽക്കാൻ പറ്റിയില്ല, UK കഴിഞ്ഞു വല്ല ജർമ്മനിയിലോ അല്ലെങ്കിൽ കാനഡയിലോ പോയി സെറ്റിൽ ആവുമെന്ന് വിചാരിക്കും. ഗൈസ്, ഇതാണ് എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്. എന്നെ വിളിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, UK നമ്മുടെ ബയോമെട്രിക്സും കാര്യങ്ങളെല്ലാം UK മാത്രമല്ലേ ഉണ്ടാവത്തുള്ളൂ, വേറെ ഏത് രാജ്യത്ത് നമുക്കത് ഹൈഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ ചോദിച്ച 5 Eyes അലയൻസ്. ഗൈസ്, ലോകത്തിലെ ഏറ്റവും ശക്തരായ 5 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ സുരക്ഷാ ഇന്റലിജൻസ് സഖ്യമാണത്. അതായത് ഏതൊക്കെയാണ് 5 രാജ്യങ്ങൾ എന്നറിയാമോ? US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. ഈ 5 രാജ്യങ്ങൾ തമ്മിൽ ഉള്ളൊരു കരാറാണ് ഈ 5 Eyes അലയൻസ്. അതായത് ഈ ഓരോ രാജ്യത്തിൻ്റെയും ബയോമെട്രിക്സ് ഞാൻ ഈ പറഞ്ഞ 5 അലയൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ആവുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ UK ഓൾറെഡി നിങ്ങൾ ബാൻ ആവുകയോ UK നിങ്ങൾ ഓൾറെഡി ഈ പറഞ്ഞതുപോലെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ലൈഫിൽ വിസ കിട്ടൂല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്ത നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്തൊന്നും പോകാൻ പറ്റൂല. സോ ആ രാജ്യങ്ങളിലെല്ലാം ഓൾറെഡി UK നിങ്ങൾക്ക് എങ്ങനെ ബാൻ കിട്ടിയോ അതുപോലെ തന്നെ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ബാൻ ഈ രാജ്യങ്ങളും കിട്ടുമെന്നുള്ള ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ ഞാൻ നീട്ടുന്നില്ല, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള FLR ആൻഡ് ഫീ വേവർ. നിങ്ങളിതിൽ ഞാൻ പറഞ്ഞു തന്നത് ഒരു നല്ല മെസ്സേജായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നിങ്ങളത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. സോ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. മറ്റു വിവരങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇത് നന്നായിട്ട് ചിന്തിച്ച ശേഷം മാത്രം FLR അല്ലെങ്കിൽ ഫീ വേവർ വേണമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ നീറ്റായിട്ട് തിരിച്ച് കയറി നിങ്ങളുടെ രാജ്യത്തേക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് വിസ ഇടാൻ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് സമയമില്ല, തിരിച്ച് നാട്ടിൽ വാ. തിരിച്ച് നാട്ടിൽ വന്ന ശേഷം ആപ്ലിക്കേഷൻ ഇട്ട് നീറ്റായിട്ട് ഇല്ലീഗൽ ആവാതെ പ്രോപ്പറായിട്ട് ചെന്ന് എന്തെങ്കിലും നമുക്ക് ലൈഫിൽ പണി കിട്ടുന്ന പരിപാടികളിലേക്ക് FLR ഫീ വേവർ പോലുള്ള ഏറ്റവും ചിലവേറിയ ഒരു തലവേദനയിലേക്ക് പോകുന്നതിന് പകരം തിരിച്ചൊന്ന് സ്റ്റുഡൻറ്റ് വിസ പോലുള്ള നല്ല നീറ്റായിട്ടുള്ള പരിപാടി നോക്കാൻ ട്രൈ ചെയ്യാം. സോ ഗൈസ്, എൻ്റെ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.